പിണറായി വിജയന്റെ പോലീസിന് മൊത്തത്തിൽ പിണറായി വിജയന്റെ ബാധ കയറിയിരിക്കുകയാണെന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ കാണുന്ന അനുസരിച്ചിട്ട് കോടിക്കണക്കിന് ആൾക്കാരാണ് ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിൽ അവിടെയായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം 1 കോടിക്ക് മുകളിലാണ് അവിടെ വിസിറ്റ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്നും അല്ല അയോധ്യയിലൊക്കെ. അതുപോലെ തന്നെ കുംഭമേള വരുന്ന സമയത്ത് എത്ര ലക്ഷക്കണക്കിന് എത്ര കോടിക്കണക്കിന് ഭക്തരാണ് ആ ഒരു ചെറിയ പീരീഡിൽ അവിടെ എത്തിയിട്ട് പോകുന്നതെന്നുള്ള കാര്യം. ഒരനിഷ്ടം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഒരാളോടെങ്കിലും മോശമായി പെരുമാറിയെന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. കാരണം അവരെല്ലാവരും ഇതിനെ അവസരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ ബ്രാൻഡ് ചെയ്യാനും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ അവിടേക്ക് കേന്ദ്രീകരിക്കുവാനും ലോകത്തുള്ള വിദേശികളായിട്ടുള്ള ആൾക്കാരെ വരെ അവിടേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയിട്ടുള്ള അവസരമായിട്ടാണ് ഈ പറയുന്ന കുംഭമേള ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എല്ലാ ഗവൺമെൻറ്റുകളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വന്നാലോ, ഇപ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു പ്രാദേശിക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് തമിഴിൽ, മലയാളത്തിൽ, തെലുങ്കിൽ, കന്നഡയിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ ഒക്കെ തെറിവിളി കേൾക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഭാഗ്യം കെട്ട ഒരു മനുഷ്യനാണത്. അത്രയധികം ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 5ഓ 6ഓ ഭാഷകളിൽ ഭക്തരുടെ വായിൽ നിന്ന് തെറി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റാരും കാണില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ പോലീസ് അവരാദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെർവ് ആൻഡ് ടു പ്രൊട്ടക്ട് എന്നുള്ളതാണ്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റിന് മുമ്പേ കൊടുത്തിരിക്കുന്ന സാധനമാണ് ടു സെർവ് എന്നുള്ള കാര്യം. നിങ്ങൾ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറോട്, തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് എനിക്ക് വ്യക്തിപരമായി അങ്ങയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് സാമാന്യ ബുദ്ധി എന്താണെന്നുള്ള കാര്യം, ഒരു ക്രൗഡ് മാനേജ്മെന്റിന്റെ സാമാന്യ ബുദ്ധി എന്താണെന്നുള്ള കാര്യം അങ്ങയുടെ താഴെയുള്ള പോലീസ് സ്റ്റേഷനിലെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും സിവിൽ പോലീസ് ഓഫീസറോട് ചോദിച്ച് പഠിക്കണം. കാരണം ആൾക്കാർ വരുന്ന വഴി കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് വെക്കുക. 8 മണിക്ക് കയറി കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിൽക്കണം. എന്തിനാണ്? 3 മണിക്കുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് 8 മണിയാകുമ്പോൾ ഈ പറയുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ കയറി സ്ഥാനം പിടിച്ചേക്കണം എന്നാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പാസ് കൊടുത്തിട്ടുള്ള അവിടുത്തെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർക്ക് പോലും അകത്തേക്ക് പ്രവേശനമില്ല. ഈ കമ്മീഷണർ സ്പെഷ്യലായിട്ട് അടിച്ച് പാസ് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. അതെന്താണ്? കാർ പാസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം പോയിട്ട് ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക, അവിടെ ഏതോ മേൽശാന്തിയെ കയ്യേറ്റം ചെയ്യുക, പൂരത്തിൻ്റെ വെടിക്കെട്ട് നിർത്തിച്ചു വയ്പ്പിക്കുക. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം തന്നിരിക്കുന്നത്? തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിർത്തിച്ചു വയ്പ്പിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത്? താൻ സിറ്റി പോലീസ് കമ്മീഷണറാണെന്നുണ്ടെങ്കിൽ, താങ്കൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തൃശ്ശൂരിൽ ആ പൂരം നടന്നു വരുന്നുണ്ട്. അല്ലാണ്ട് താങ്കളെ പോലൊരു തുഗ്ലക്ക് വന്നിട്ട് ഒന്നേന്ന് നടത്തിപ്പിച്ച് ആൾക്കാരെ മുഴുവൻ പൂരം നടത്തിപ്പിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്ന് താങ്കൾക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ പറയുന്ന താങ്കൾ എങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന മറ്റൊന്നും കൊണ്ടല്ല, തൃശ്ശൂരിലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ, ഭക്തരെ വിളിക്കുമ്പോൾ, അവിടെയുള്ള ജനങ്ങളെ വിളിക്കുമ്പോൾ അത്രയേറെ വൈകാരികമായിട്ടാണ് അവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വികാരം നമുക്കും മനസ്സിലാവും. ഇത് തൃശ്ശൂരിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യം ഇവരുടെ ശ്രദ്ധ മുഴുവൻ ആറ്റുകാലിലേക്കായിരുന്നു. ആറ്റുകാൽ പൊങ്കാല എങ്ങനെ നശിപ്പിക്കും എന്നുള്ളതായിരുന്നു. ആറ്റുകാലിൽ കുത്തിയോട്ടം നടത്തുന്നു, റോഡ് കയ്യേറുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ ഇടത് ഹാൻഡിലുകളുടെ വലിയ പ്രശ്നമാണ്. എന്താണ്? ആറ്റുകാൽ പൊങ്കാല, റോഡ് കയ്യേറുന്നു. തൃശ്ശൂർ പൂരം അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നു. ഇത് ഈ നാടിൻ്റെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുന്നതാണ്. ഇത് ആഘോഷങ്ങളുടെ കൂടെ നാടാണ്. ഹൈന്ദവ മതം, സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിലീജിയൻ ഓഫ് ഫെസ്റ്റിവൽസും കൂടിയാണ്. ഇത് ആഘോഷങ്ങളുടേതാണ്. ഇത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നുമല്ല. തമിഴ്നാട്ടിൽ ചെന്നാൽ, കർണാടകയിൽ ചെന്നാൽ, UP-യിൽ ചെന്നാൽ, ബീഹാറിൽ ചെന്നാൽ, ആന്ധ്രയിൽ ചെന്നാലൊക്കെ നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും ആ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആഘോഷങ്ങളും ഒക്കെ കാണാൻ കഴിയും. ഇത് വലിയ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ വയറ്റിപ്പിഴപ്പിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ പറയുന്ന ഉത്സവങ്ങളും അവിടുത്തെ കച്ചവടങ്ങളും ഒക്കെ നിലനിന്ന് പോകുന്നത്.
പോകുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയാണ് ആദ്യം ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉണ്ടാകേണ്ടത്. നിങ്ങളെ ആരും പൂരം നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ പൂരം അലമ്പാക്കാൻ ഇറങ്ങി പോവാതിരുന്നാൽ മതി. നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും ഇന്നലെ തൃശ്ശൂർ പൂരത്തിന് ഉണ്ടായിരുന്നില്ല. നിങ്ങളാണ് ബുദ്ധിമുട്ട്. അത് ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സിറ്റി പോലീസ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിന്റെ അഭിമാനമായ തൃശ്ശൂർ പൂരം അലമ്പാക്കാൻ നോക്കിയ, കുളമാക്കിയ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്, 3 മണിക്ക് തുടങ്ങേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിലാക്കി അതിന്റെ ഗരിമ നശിപ്പിച്ച ആ സിറ്റി പോലീസ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആർജവമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിതിൽ നേരിട്ട് പങ്കില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത്.